ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്. ദിസ് മീ ടിൻ വർഗീസ്. ഓക്കെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ജിഗ് വർക്കേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ തരാൻ വേണ്ടിയാണ്. ഓൾറെഡി എന്താണ് ജിഗ് വർക്കേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് ഡീറ്റെയിൽ പറയുന്നതിന് മുന്നേ ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള വമ്പൻ കോപ്പറേറ്റീവ് ഫുഡ് ഡെലിവറി കമ്പനികളെ കുറിച്ചെല്ലാം നമുക്കറിയാം. ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അത് എനിക്കുണ്ടായ അനുഭവം, ഒപ്പം എൻ്റെ കൂട്ടുകാർക്കുണ്ടായ അനുഭവം ഞാൻ പഠിച്ചിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏകദേശം സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പല ഫുഡ് ഡെലിവറി ആപ്പുകൾ, ഊബർ ഈറ്റ് എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്ന് പീക്ക് ടൈമിലോട്ട് അവർ വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന ടൈമിലാണ്. ഇത് ധാരാളം റൈഡേഴ്സ് ഫുഡ് ഡെലിവറി കൊണ്ട് നടക്കുന്ന റൈഡേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ്. അവർക്ക് മാത്രമല്ല, വീട്ടിലിരുന്ന് കഴിക്കുന്ന ഫുഡ് ഓർഡർ ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ കൂടുതലും മനസ്സിലാവാൻ തുടങ്ങി. എല്ലാത്തിനും നല്ല കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയോട് കൂടിയുള്ള ഫുഡുകളൊക്കെ പറയാൻ പറ്റും. പക്ഷേ സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരാൾക്കാർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ട് വരുന്നവരെ പലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ് പല ഫ്ലാറ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ പല മാളുകളായിക്കോട്ടെ. ഇവിടെ ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ് എല്ലാവരെയും ഞാൻ പറയും, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള കോപ്പറേറ്റീവ് കമ്പനികളിലാണ്. അവരെ എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ യൂണിഫോം കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2ാം കട 3ാം കട പൗരന്മാരെക്കാട്ടിലും കഷ്ടമായിട്ടാണ് ഈ കസ്റ്റമേഴ്സും. എല്ലാ കസ്റ്റമേഴ്സിനെ ഞാൻ പറയത്തില്ല, പക്ഷേ ചില കസ്റ്റമേഴ്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ചില കസ്റ്റമേഴ്സും ചില മാളുകളിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് അവർക്കാണെങ്കിൽ ഒടുക്കത്തെ ചൊറിച്ചില്ല. ഇത് എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുള്ള അവളുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരു വീഡിയോ ആക്കണമെന്ന് തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലാവാത്തതെന്നല്ല, മനസ്സിലായ ചില കാര്യങ്ങൾ. ഈ സ്വിഗ്ഗി, സൊമാറ്റോ ആദ്യം ഊബർ ഈറ്റ് ആയിരുന്നു. ഊബർ ഈറ്റ് നല്ല രീതിയിൽ ഏകദേശം 10,000 രൂപയോളം റൈഡേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഊബർ ഈറ്റ് അത് സൊമാറ്റോയ്ക്ക് വിറ്റു. സൊമാറ്റോയും സ്വിഗ്ഗിയും എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് ഡെലിവറി ആപ്പുകളുണ്ട്. അത് ഒറാഡോ അല്ലെങ്കിൽ ക്യൂഡലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡെലിബോയ്സ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആപ്പുകളൊക്കെയാണ്. പക്ഷേ സ്വിഗ്ഗി, സൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം റൈഡേഴ്സിന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നടക്കുന്ന സാധാരണക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് വരുന്നത്. അല്ല ജസ്റ്റ് കാഷ്വലായിട്ട് എൻ്റർടൈൻമെൻറ്റിന് വരുന്നവർ വളരെ കുറവായിരിക്കും. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വരുന്നവരുടെ കൈ ഇട്ട് വാരുന്ന ഒരു മാതിരി ബൂർഷ സ്വഭാവത്തിനെക്കാട്ടും കഷ്ടമാണ്. വളരെ പത്തറ്റിക്കായിട്ടുള്ള. ഇപ്പം 2 കിലോമീറ്റർ ഒരു ഓർഡർ എടുക്കുവാണെങ്കിൽ ഒരുത്തൻ ഇപ്പം കിട്ടുന്നത് സ്വിഗ്ഗി കിട്ടിയിരിക്കുന്നത് 11 രൂപയാണ്. ആ 11 രൂപയിൽ ഈ 2 കിലോമീറ്റർ ഫുഡ് കൊടുത്ത് ഇത് പെട്രോൾ മുതലാക്കണം, പിന്നെ വണ്ടിയുടെ എക്സ്പെൻസ് മുതലാക്കണം, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ്, ഇൻഷുറൻസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇപ്പോൾ വെട്ടിക്കുറച്ചുകൊണ്ടൊക്കെ വരുവാണ്. എസ്പെഷ്യലി സ്വിഗ്ഗി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഇപ്പം ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന്, ആരെങ്കിലും ഒരു റൈഡേഴ്സോ ആരെങ്കിലും ഒരു ആൾക്കാർ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരുകയാണ്. എനിക്ക് മിനിമം പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരോടൊരു ചെറിയൊരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് അവർക്ക് ഇപ്പോൾ ഒരു ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ പോലും ടിപ്പ് നിങ്ങൾ കൈ കൊടുക്കുക. ടിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആപ്ലിക്കേഷനിൽ ഒന്നും ഇട്ട് കൊടുക്കില്ല. കാരണം നിങ്ങൾ ആപ്ലിക്കേഷനിൽ ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അത് റൈഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ എത്തുന്നില്ല. പിന്നെ റൈഡേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിപ്പം പലരും ഇതിന് അഡിക്റ്റ്, ഇത് പല രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. കാരണം പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതൊരു ജീവിത വരുമാനമായിട്ട് തന്നെ കണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് ലേഡീസുണ്ട്, ബോയ്സുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം ഈ അടുത്ത പല ഫോട്ടോസും നമ്മൾ കണ്ടിട്ടുണ്ട്, പല ആർട്ടിക്കിളും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവരൊരു തൊഴിലാളികളായിട്ട് പോലും പലരും കണക്കാക്കുന്നില്ല. അതായത് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒരുപാടുണ്ട്. ചൂഷണം അങ്ങേയറ്റത്തോളം നടക്കുന്നുണ്ട്. അങ്ങേയറ്റം നടക്കുന്ന ഒരു മേഖലയാണ് ഇത്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ചൂഷണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ സ്വിഗ്ഗിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓടിക്കൊണ്ടിരിക്കുന്നതെന്നല്ല, 2019 എന്നുണ്ട്
ഇവിടെ കായംകുളം വന്ന സോണിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ഇവിടെ ഫുഡും കൊണ്ട് പോയപ്പം ഞാൻ ആക്സിഡൻ്റായി എൻ്റെ കയ്യിൽ ഇവിടുത്തെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി. ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടിപ്പോയിട്ട് ലിഗമെൻറ്റ് പ്ലേറ്റ് ഇട്ടേക്കും. എനിക്ക് ഇന്ന വരെ ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഞാൻ എൻ്റെ ഇൻഷുറൻസ് പരമായിട്ടുള്ള അവർ പറഞ്ഞേക്കുന്ന എല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ ഇന്ന വരെ എനിക്ക് 2019 കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. ഈ 2024 കഴിഞ്ഞിട്ട് 25 ആകാൻ പോകുന്നു. ഒരുവിധ പൈസയും കിട്ടില്ല. അന്ന് ഞാൻ നിർത്തിയതാണ്. ഈ ഡെലിവറി പരിപാടിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിച്ചിട്ട് വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് വേണം ഇറങ്ങാൻ ഉള്ളത്. അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജിഗും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് വെട്ടിക്കുറയ്ക്കും. കാര്യം അതും അവിടെ പൈസ എത്രത്തോളം കുറയ്ക്കാവുന്നു എന്നുള്ള രീതിയിലാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ വല്ലയിടത്തും പോകുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ വേറെ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, സ്മീറ്റ് വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്.